LGBTQ കമ്മ്യൂണിറ്റികളെ പടിക്ക് പുറത്താക്കിയിരിക്കുകയാണ് അമേരിക്കൻ സർക്കാർ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ആദ്യം പറഞ്ഞതും ആദ്യം ചെയ്തതും ഇത് തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ മോദിക്കാണ് ഇത്തരത്തിലുള്ള ധൈര്യമുണ്ടെങ്കിൽ അവിടെ ഡൊണാൾഡ് ട്രംപിനും തന്നെ പറയണം. സർക്കാർ രേഖകളിൽ ലിംഗം രേഖപ്പെടുത്തുന്ന കോളങ്ങളിൽ ഇനി സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ മാത്രമേ ഉണ്ടാകൂ. ഈ രണ്ട് വിഭാഗങ്ങളെ മാത്രമേ അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റ് അംഗീകരിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ ട്രംപ് ഒപ്പം വച്ചു കഴിഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന ഉത്തരവ് ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. രേഖകളിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നത് അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നാണ് ട്രംപ് ഉത്തരവിൽ ഒപ്പിട്ട ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സത്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഒരുപക്ഷെ സംഘർഷങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒളിപ്പോര് വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാകാം. ലോകത്തിലെ വൈവിധ്യങ്ങൾ നാം അംഗീകരിച്ചേ മതിയാകൂ. പക്ഷേ എന്തുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ഈ കാലഘട്ടത്തിൽ എടുത്തത്? അത്രത്തോളം അപകടകരമായ രീതിയിലാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് LGBTQ+ എന്ന കമ്മ്യൂണിറ്റി വളർന്ന് പന്തലിക്കുന്നത്. പുരുഷനിൽ സ്ത്രീയുടെ ജീവാംശവും സ്ത്രീയിൽ പുരുഷന്റെ ജീവാംശവും കണ്ടെത്തുകയും അത്തരത്തിൽ സ്വന്തം സ്വത്വത്തിനായി ജനന സമയത്തുള്ള ലിംഗമല്ലാതെ മറ്റൊരു ലിംഗം സ്വന്തമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നവരാണല്ലോ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായി പറയുന്നത്. പക്ഷേ പാശ്ചാത്യ നാടുകളിൽ ഇന്ന് സംഭവിക്കുന്നത് സത്യമായും വളരെ അപകടകരമായ അവസ്ഥയിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 1.3 ദശലക്ഷം മുതിർന്നവരും 3 ലക്ഷത്തിലധികം യുവാക്കളും ഇന്ന് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയായി ആണ് കണക്കുകൾ പറയുന്നത്, കണക്കാക്കപ്പെടുന്നത്. ഇവരുടെ ഇടയിലേക്ക് ഒരു ബോംബ് പോലെയാണ് ട്രംപിന്റെ ഈ വാക്കുകൾ പതിച്ചത് എന്നുള്ളത് സംശയമില്ല. അമേരിക്കയിൽ മാത്രമല്ല, ഒരുപക്ഷെ നാളെ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഒരു നിയമം വരുമെന്ന് നിസ്സംശയം പറയാം. ട്രംപ് പറഞ്ഞത് എന്റെ പേന കൊണ്ട് ഞാൻ ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് ട്രംപ് ഈ ട്രാൻസ്ജെൻഡർ വിഷയം ഇത്രത്തോളം ട്രംപിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്, ഇത്രത്തോളം ഒക്കെ പ്രതികരിക്കുന്നത്? ട്രാൻസ്ജെൻഡറുകളെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ട്രംപിന്റെ ട്രാൻസ് വിരുദ്ധ പ്രഖ്യാപനത്തിൽ അവിടെ കൂടിയിരുന്നവരൊക്കെ ആർപ്പുവിളികളോടെ കൈയടിച്ച് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? കാരണമുണ്ട്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് നിലവിൽ ട്രാൻസ്ജെൻഡർ ആയി വരുന്നത്, അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നവർ. എന്നാൽ അമേരിക്കയുടെ അല്ലെങ്കിൽ യൂറോപ്പിന്റെ സ്ഥിതി അങ്ങനെയല്ല. ട്രാൻസ്ജെൻഡറുകൾ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുകയാണ് എന്ന ചിന്തയിൽ നിന്ന് തന്നെയാണ് ട്രംപ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം കുട്ടികളുടെ ലൈംഗിക ചിന്തകൾ പോലും വികലമാക്കുന്ന തരത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സൈനികരുടെ ഇടയിലും കായിക സ്ഥലങ്ങളിലുമൊക്കെ ഈ LGBTQ കമ്മ്യൂണിറ്റികൾ ഇരച്ചു കയറി അവരുടേതായിട്ടുള്ള രീതിയിൽ ബോധവൽക്കരിക്കുന്നു. കൊച്ചുകുട്ടികൾ എന്താണ് ഇതെന്നൊക്കെ അറിയാത്ത പ്രായത്തിൽ തന്നെ ചിലരെ അനുകരിക്കുന്നു. തങ്ങളും ട്രാൻസ്ജെൻഡർ ആണെന്ന് ഈ കൊച്ചു മക്കൾ അവകാശപ്പെടുന്നു. ഇപ്പോൾ ഞാൻ ലെസ്ബിയൻ ആണെന്നോ അല്ലെങ്കിൽ ബൈസെക്ഷൽ ആണെന്നോ അല്ലെങ്കിൽ ട്രാൻസ് ആണെന്നോ ഒക്കെ പറയുന്നത് ഒരു ഫാഷനായി, ഒരു ട്രെൻഡായി മാറിയ ഒരു കാലമാണ് അമേരിക്ക, യൂറോപ്പ് ഏരിയയിലൊക്കെ ഉള്ളത്. ഇന്ത്യയിലും കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറയാതെ വയ്യ. ട്രംപ് പറയുന്നത് ട്രാൻസ്ജെൻഡർമാരെ സൈന്യത്തിൽ നിന്നും പ്രാഥമിക വിദ്യാലയത്തിൽ നിന്നും മിഡിൽ സ്കൂളുകളിൽ നിന്നും ഹൈസ്കൂളുകളിൽ നിന്നും എല്ലാം പുറത്താക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പിടുമെന്നുള്ളതാണ്. അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു ഭ്രാന്തായി ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിയുടെ ഇത് തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡറുകളെ അമേരിക്കൻ സൈന്യത്തിൽ വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ സൈന്യത്തിൽ നിന്ന് 15,000-ഓളം പേർ തങ്ങളുടെ ചുമതലകളിൽ നിന്ന് പുറത്താക്കപ്പെടും. കൂടാതെ ഇനി വരുന്ന വർഷങ്ങളിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് അമേരിക്കൻ സൈന്യത്തിൽ ചേരാനും സാധിക്കില്ല. നിലവിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്, ജീവിക്കുന്നത് തന്നെ ഒരു ശത്രു രാജ്യത്ത് നിൽക്കുന്നത് അതിന് തുല്യം തന്നെയാണെന്ന് പറയണം. അല്ലെങ്കിൽ ഒരാണായോ അല്ലെങ്കിൽ ജന്മം കൊണ്ട് ആണായോ പെണ്ണായോ ആ ലിംഗത്തിൽ തന്നെ ഇനി അടുത്ത 4 വർഷം അവർക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. PBS ന്യൂസ് പറയുന്ന അനുസരിച്ച് തെരഞ്ഞെടുപ്പ് ദിവസത്തിനു ശേഷം LGBTQ കമ്മ്യൂണിറ്റികളുടെ മാനസികാരോഗ്യ പ്രതിസന്ധി 700% വർദ്ധിച്ചു എന്നാണ്. എന്തായാലും ട്രാൻസ്ജെൻഡറുകളുടെ അവകാശത്തെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയിൽ സജീവമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിരവധി റിപ്പബ്ലിക് പാർട്ടി പ്രതിനിധികൾ ട്രാൻസ്ജെൻഡർ നിയമങ്ങൾ റദ്ദാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇനി അത് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്. കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കെതിരെ ട്രംപ് തന്നെ നേരത്തെ ഒരു പ്രചാരണ പരിപാടിയിൽ തുറന്നടിച്ചിരുന്നു. വൈവിധ്യം, തുല്യത, ഉൾക്കൊള്ളിക്കൽ എന്നിങ്ങനെയുള്ള ഇതിലധിഷ്ഠിതമായ നടപടികൾക്കൊന്നും തന്നെ അല്ലെങ്കിൽ പരിപാടികൾക്ക് ഒന്നും തന്നെ ഇനി അമേരിക്കൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ധനസഹായം ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ്
മനസ്സിലാകുന്നത്. എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഭാഗമായി ലിംഗപ്രത്യയശാസ്ത്രം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫെഡറൽ ഫണ്ടുകൾ അനുവദിക്കില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇതിനു മുൻപ് US പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ടേമിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ചെയ്തത് ഈ സൈന്യത്തിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡർ സൈനികർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അത് പിന്നീട് മാറ്റിയത് ജോ ബൈഡൻ, അതിനുശേഷം വന്ന ജോ ബൈഡൻ ആയിരുന്നു ഇത് മാറ്റിയത്. ഇനി എന്തായാലും ട്രംപിന്റെ കാലഘട്ടം, രണ്ടാം ടേൺ ആരംഭിക്കുമ്പോൾ വീണ്ടും പഴയ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡർക്കെതിരെയുള്ള നിരോധനം ഒക്കെ ഏർപ്പെടുത്തുകയാണ്.